ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2 നാളെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് വരാനിരിക്കുന്ന ഒരു പ്രൊമോ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവി ആ ദേവമംഗലം വിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ദേവി കുറേ കരഞ്ഞുകൊണ്ട് തൻ്റെ ഗോമതിയോടും അല്ലെങ്കിൽ തൻ്റെ അമ്മയോടും ബാലച്ചനോടും ഒക്കെ ആയിട്ട് ആനന്ദേട്ടാന്നൊക്കെ വിളിച്ച് കരഞ്ഞ് ഒരുപാട് അവരെ കാല് പിടിക്കും പോലെ പറഞ്ഞു നോക്കി. പക്ഷെ അവരാരും ഇനി ദേവി ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ല എന്ന് തീർത്തും പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവി തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പം നമ്മുടെ ഉദയഭാനും ശ്രീകലയും പറയുന്നുണ്ട്, മോളെ നീ ഒരു കാരണവശാലും നീ ഈ ദേവമംഗലം വിട്ട് വരരുത്, കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു തിരിച്ചു പോക്കുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ എങ്കിലും ദേവി ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ദേവി കാരണം ഇത്രയും നാൾ തുടക്കം മുതൽ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇത്രയും നാൾ പിടിച്ചു നിന്നു. ഇനി ഈ കള്ളത്തരങ്ങളെല്ലാം ഇന്നുകൊണ്ട് എല്ലാം പൊളിച്ചടുക്കി കൊടുക്കേണ്ട ദേവമംഗലക്കാരെ. ഇനിയും വീണ്ടും ആ കുടുംബത്തെ നമുക്ക് ചീറ്റ് ചെയ്യേണ്ട, നമുക്ക് അതിന് അവരെ മനസ്സ് വെറുപ്പിക്കേണ്ട എന്നുള്ളൊക്കെ ഒരു തീരുമാനം നമ്മുടെ ദേവി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവി ആ തീരുമാനം എടുത്തുകൊണ്ട് ഉദയഭാനുവിനെയും ഗോമതിയെയും കൊണ്ട് ഗോമതിയല്ല നമ്മുടെ ശ്രീകലയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരികയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കേണ്ട, ശ്രീകല പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങളുണ്ട് മോളെ, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, മോളൊന്ന് സമാധാനപ്പെട്, ഇനി എന്ത് ശരിയാവാനാണമ്മേ, ഇനി ഒന്നും ശരിയാവലൊന്നുമില്ല. അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് തിരിച്ച് ഉദയഭാനുവിൻ്റെ വീട്ടിലോട്ട് ദേവിയെ കൊണ്ടുവരികയാണ്. അങ്ങനെ വീടെത്തിയപ്പോൾ ഉദയഭാനു കുറേ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവി പറഞ്ഞു, ഇനി നിങ്ങളൊന്നും പറയണ്ട, കാരണം എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു തന്ന ഈ ഉപകാരങ്ങൾ തന്നെ എത്രയോ വലുത്, ഇനി എനിക്ക് ആ കുടുംബത്തിനെ ചീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ശ്രീകല പറഞ്ഞു, അല്ല പിന്നെ നീ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? നീ അങ്ങോട്ട് തന്നെ പോകണം, നിൻ്റെ കഴുത്തിൽ താലി കിട്ടിയവനാണ് ആനന്ദ്, ഇനി നീ അങ്ങോട്ട് മാറി പിന്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നിന്നെ കൈയൊഴിയും മോളെ. അതുകൊണ്ട് നീ ഇടിച്ചു കയറിയിട്ടാണെങ്കിലും അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റാനായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയെ പറഞ്ഞ് ഉപദേശിക്കണം. മതി അമ്മേ, ഇനി എന്നെ ഇങ്ങനെ ഉപദേശിക്കേണ്ട നിങ്ങൾ, കാരണം എൻ്റെ ജീവിതത്തിൽ ഇനി ആ കുടുംബത്തിനെ ചതിക്കാനായിട്ട് എനിക്ക് ആവില്ല, അവർ മനസ്സുകൊണ്ട് എന്നെ വെറുത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അതെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ എങ്ങനെ ഇനി ജീവിക്കും എന്നുള്ളത് ദിവസേന ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും ദേവി പറഞ്ഞു, എന്തിനാ മറ്റുള്ളവരുടെ എച്ചിൽ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരണത്? എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. അതിന് പഠിപ്പും ഇല്ലാത്ത നീ എന്ത് പണിക്ക് പോകാനാ? ഞാനൊരു തുണിക്കടയിലോ ഒരു ഹോട്ടലിലോ എച്ചിൽ പാത്രം കഴുകിയിട്ടാണെങ്കിലും ഞാൻ എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് തരാം, അതുപോരെ മോളെ? അങ്ങനെയല്ല. അപ്പോൾ ഉദയഭാനു പറയാണ്, അതെ നിൻ്റെ ജാതകത്തെക്കുറിച്ച് നിനക്കറിയാലോ, ജാതകം ഒന്ന് മിണ്ടാതിരിക്കാവോ? ഇത്രയും നാൾ ജാതകവും അതും ഇതും പറഞ്ഞു തന്നെയാണല്ലോ അച്ഛനും അമ്മയും പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. ഇനി ഒരു കുടുംബത്തിൽ ഇതുപോലൊരു വരുത്തി വെക്കല്ലേ അച്ഛാ. എടി മോളെ, നീ ഈ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വിദ്യയുടെ കല്യാണം എങ്ങനെ നടക്കും? നല്ല ആലോചനകൾ അവൾക്ക് വരുന്ന സമയമാണ്. എൻ്റെ പൊന്നമ്മ, ഇനിയെങ്കിലും അവളെങ്കിലും നമ്മുടെ രീതി എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന ഒരു പയ്യന് കല്യാണം കഴിച്ച് കൊടുക്കൂ. എന്തിനാ പറ്റിച്ചും നുണ പറഞ്ഞും 100,000 നുണകൾ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ കെട്ടിക്കണേ? അപ്പോൾ ഉദയഭാനു പറഞ്ഞു, ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1-2 കാര്യങ്ങളൊക്കെ നുണ പറഞ്ഞു എന്ന് വരും, അത് അത്ര വലിയൊരു തെറ്റൊന്നുമല്ല എന്നിങ്ങനെ ഉദയഭാനു പറയണ. അച്ഛന് തെറ്റല്ലായിരിക്കും, പക്ഷേ അച്ഛൻ ഒരു കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അവസ്ഥ അച്ഛനാണ് വരുന്നതെങ്കിൽ, ഇപ്പം അച്ഛനൊരു മകനുണ്ടായി, ആ മകൻ ഇതുപോലെ ഒരു ഉടായിപ്പ് കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെയൊക്കെ അവസാനം പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കുന്നിങ്ങനെ പറയണം. അപ്പോഴേക്ക് ഉദയഭാനു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രീകല പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മൾ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? നമ്മുടെ രണ്ടുപേരെ തന്നെ ദിവസേന എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് നാളത്തേക്ക് എന്ത് ചെയ്യുക? ആ അവസ്ഥയിൽ നിന്നെയും കൂടെ ഞങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ. അപ്പം ദേവി പറയുന്നുണ്ട്, അമ്മ എൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് കൂടി ഞാൻ എന്ത് പണിക്ക് പോയിട്ടാണെങ്കിലും ഞാൻ ചെലവിന് ഇവിടെ കൊണ്ടുതരാം. മറ്റുള്ളവരെ കള്ളത്തരം പറഞ്ഞും ഓരോന്ന് വെട്ടിലാക്കിയും ഉള്ള ഒരു രീതി, ആ ഒരു ജീവിതം നിങ്ങളൊന്ന് നിർത്താവോ എന്നൊക്കെ ഇങ്ങനെ ദേവി പറയണം കേട്ടോ.
അങ്ങനെ ഉദയഭാനുവും ഗോമതിയും അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദേവി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എവിടെയെങ്കിലും നല്ലൊരു ജോലി, എന്തെങ്കിലും ഒരു തുണിക്കടയിൽ നിൽക്കാനോ എന്തെങ്കിലും ഒരു ജോലി വേണം, മറ്റൊരാളെ ആശ്രയിക്കാണ്ട് സ്വന്തം കാലിൽ ഒരു 1000 രൂപയാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലതല്ലേ എന്നിങ്ങനെ നമ്മുടെ ദേവി ചിന്തിക്കുകയാണ്. അങ്ങനെ ദേവി ഇതിൻ്റെ ഇടയിൽ 1-2 കടകളിലൊക്കെ പോയി ഓരോ ജോലിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കടകളിലും ഒരു വേക്കൻസിയോ ഒന്നുമില്ല. തുണിക്കടകളിലും ഫാൻസി കടകളിലും ഒക്കെ പോയി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് ദേവി പോയ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ആ ഹോട്ടലിലും ദേവി പോയിട്ട് എന്തെങ്കിലും ഒഴിവുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ഇയാൾ നമ്മുടെ കടയിൽ നിന്ന ആളല്ലേ, ഒരു വാക്ക് പോലും പറയാണ്ടല്ലേടോ ഇയാൾ പോയത്, ഇവിടെ ജോലിയൊന്നുമില്ല. അയ്യോ സാറേ, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാണ്, എനിക്കിന്ന് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല സാറേ, എന്തെങ്കിലും ഒരു ജോലി തരണേ സാറേ, ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് ജോലി ഞാൻ ചെയ്തോളാം എന്നൊക്കെ ദേവി കരഞ്ഞു പറയാൻ കേട്ടോ. അവസാനം അയാൾക്കൊരു ദയനീയത തോന്നിയിട്ട് അയാൾ പറയും, ശരി ശരി എന്നാൽ നാളെ തൊട്ട് ജോലിക്ക് വന്നോ എന്ന് പറയണം. അങ്ങനെ ആ ഹോട്ടലിൽ തന്നെ നമ്മുടെ ദേവി ജോലിക്കായിട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ദേവി വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ശ്രീകലയാണെങ്കിലും സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ദേവി ഏതോ വേറൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു അകൽച്ച കാണിക്കുകയാണ്. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെച്ചാലും അത് ദേവി കുറച്ച് എടുക്കുന്ന സമയത്ത് തന്നെ, അയ്യോ നീ ഇങ്ങനെ ഇത്രയും എടുക്കല്ലേ, പച്ചക്കറിക്കൊക്കെ എന്താ വില, നീ ഇത്ര എടുത്താൽ പിന്നെ അത്താഴത്തിന് ഇനി എന്താ ചെയ്യണേ, കുറച്ച് എടുക്ക് ദേവി എന്നൊക്കെ പറയും. ദേവിക്ക് എന്തോ മനസ്സിനൊരു വല്ലാത്ത ബുദ്ധിമുട്ട്, സ്വന്തം അമ്മ തന്നെ ഇങ്ങനെയൊക്കെ ഒരു വെറുപ്പും ഒരു ഇതും കാണിച്ചു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും. ആകെ ദേവി മനസ്സ് തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ദേവിയുടെ മനസ്സിൽ ദേവമംഗലം മാത്രമാണ്. ഗോമതിയും അതുപോലെ ബാലച്ചനും തൻ്റെ അനുജനും അനിയന്മാരും തൻ്റെ അനിയത്തിമാരും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ആനന്ദ് ഏട്ടനും ഒക്കെയാണ് ദേവിയുടെ മനസ്സിൽ. ഇത്രയും നാളും ആ വീട്ടിൽ അവർ നമ്മളെ കഴിയാനെങ്കിലും അനുവദിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, മോളെ ഇപ്പോഴും സമയം വൈകിട്ടില്ല, നീ ഒരു തീരുമാനം എടുത്ത് നീ ഒന്നുകൂടെ അവിടെ ചെന്ന് നോക്കുക, അവരെന്താ പറയണേന്ന് നോക്കുക. അച്ഛൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, നമ്മൾ ഇത്രയും വലിയ കൊടും ചതി ആ കുടുംബത്തിനോട് ചെയ്തിട്ടും ബാലച്ചൻ നമ്മളെ പോലീസിൽ പോലും ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന് എന്നെ ബാലച്ചൻ്റെ കാല് പിടിക്കണം എന്ന് പറഞ്ഞു. നിർത്ത്, നീ കുറേ നേരെ നിൻ്റെ ബാലച്ചൻ, നിൻ്റെ ഗോമതി അമ്മ, നിൻ്റെ ആനന്ദേട്ടൻ, എടി നിന്നെ പട്ടിയെ പോലെ ഇറക്കിയല്ലോ, നീ പറയാറുണ്ടല്ലോ മീനു മിത്ര എന്നൊക്കെ, എടി നിന്നെ പട്ടിയെ പോലെ വിളിച്ച് ആ പടി ഇറക്കിയ സമയത്ത് ഈ പറയണവരൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, അച്ഛാ അവർക്കൊക്കെ എന്നോട് ഉള്ളിൽ എത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ ഈ പറയണ എൻ്റെ അമ്മ ഗോമതി പോലും അമ്മ എന്നെ കൈക്ക് പിടിച്ച് പുറത്താക്കിയെങ്കിലും എൻ്റെ അമ്മയുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അത് അച്ഛനും അമ്മയ്ക്കോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ ദേവി പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് ഇങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് വന്നിരുന്നാലും ആനന്ദിൻ്റെ മനസ്സിൽ ദേവിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരും. പക്ഷെ എങ്കിലും മനസ്സിൽ 100 വെറുപ്പാണ് ആനന്ദിന്. കാര്യം വേറൊന്നുമല്ല, തൻ്റെ ജീവിതം ഇത്രയും ഇല്ലാണ്ടാക്കിയത് എവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്നാണല്ലോ. എൻ്റെ കുടുംബം, എൻ്റെ അച്ഛനെ പോലും എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് ആക്കിയത് എവളാണല്ലോ എന്നൊരു ചിന്ത വരണം കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദ് സങ്കടപ്പെട്ടൊക്കെ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മീനും മിത്രയൊക്കെ ചെന്നിട്ട്, ആനന്ദേട്ട ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ആനന്ദേട്ടന് ഒരു ജീവിതം വേണ്ടേ, ദേവിയേട്ടത്തിക്കും ഒരു ജീവിതം വേണം, എന്തായാലും ദേവിയേട്ടത്തി പൊറുക്കാനാവാത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വാക്കനുസരിച്ചിട്ട് ആ പാവ അതനുസരിച്ച് ആടിയതല്ലേ ആനന്ദേട്ട, ഒന്ന് പുറത്തു കൊടുത്തൂടെ എന്നൊക്കെ പറയും. മിണ്ടാതിരിക്കുക, ഒരു ദേവിയേട്ടത്തി, എനിക്ക് അവളുടെ പേര് കേൾക്കണ പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇവരുടെ മുന്നിലൊക്കെ ആനന്ദ് ഇത്രയും കിടന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നാലും ആനന്ദിൻ്റെ ഉള്ളിൽ ദേവിയുടെ കൂടെ ഒരു വെറുപ്പ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കേട്ടോ. അങ്ങനെ ആനന്ദ് ഒരു പെട്ടിയിൽ ദേവിയുടെ റൂമിലുള്ള ദേവിയുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു പെട്ടിയിലൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അന്നേരമാണ് ആനന്ദ് പല കാര്യങ്ങളും അറിയണത്. ദേവി, അതായത് ആനന്ദ് മേടിച്ചു കൊടുത്തിട്ടുള്ള ഒരു മിഠായിയുടെ കൂട് പോലും ദേവി കളഞ്ഞിട്ടില്ല, അതുവരെ സൂക്ഷിച്ച് വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുത്തത് അതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെ ഓരോന്നും കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ആനന്ദേട്ടൻ എനിക്ക് മേടിച്ച് തന്നതാണ്, പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേക്ക് തന്നതാണ് ആനന്ദേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുടുക്കയിൽ പൈസ ഇങ്ങനെ നിക്ഷേപിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ ദേവി എഴുതി വെക്കുന്നുണ്ട്, ഇത് എൻ്റെ ആനന്ദേട്ടൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുടുക്കയാണെന്നൊക്കെ. അങ്ങനെ ഒരു ഇതിൽ
ദേവിയുടെ ആ ഒരു മനസ്സിൽ തോന്നുന്ന ആ ഒരു രീതിയിലൊക്കെ ദേവി ആനന്ദിനെ അത്രയേറെ സ്നേഹത്തോടെയാണ് ആ സമയങ്ങളിലൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത് കേട്ടോ. ദേവിയുടെ ഈ ഒരു സ്നേഹമൊക്കെ ആനന്ദ് മനസ്സിലാക്കിയാണ് ആ സമയത്ത്. കാരണം ആദ്യ നാളുകളിലൊക്കെ ദേവി എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആനന്ദ് തിരിച്ചറിയാൻ കേട്ടോ. അങ്ങനെ ദേവി ഒരു ഡയറി ആനന്ദിൻ്റെ കയ്യിൽ കിട്ടുകയാണ് കേട്ടോ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അതിൽ ദേവി ഓരോ ദിവസത്തെ കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആനന്ദേട്ടൻ ഫുഡ് മേടിച്ച് തന്നു, പിന്നെ ആനന്ദേട്ടൻ എനിക്ക് ചോറ് വാരി തന്നു, ആനന്ദേട്ടൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി, അങ്ങനെ എൻ്റെ മടിയിൽ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെയുള്ള കുറേ ദേവിക്ക് സന്തോഷം തോന്നിയ ചില കാര്യങ്ങളൊക്കെ ദേവി ആ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഓരോ പേജിലും ദേവി എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരു പക്ഷേ ആനന്ദേട്ടനെ ഓരോ ദിവസവും മനസ്സുകൊണ്ട് ചതിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതും ദേവി ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ആനന്ദിന് എന്തോ വല്ലാത്തൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിങ്സ് ഒക്കെ വരികയാണ് കേട്ടോ. കാരണം അവൾ എന്നെ എത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ സാഹചര്യം കൊണ്ടാണ് ഒരു പക്ഷേ അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പറ്റിയത്, അത് ആനന്ദിന് മനസ്സിലാവേന കേട്ടോ. അപ്പം അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ദേവിയോട് ഒരു അനുകമ്പയോ അല്ലെങ്കിൽ അലിവോ ഒന്നും തോന്നുന്നില്ല, ആ ദേഷ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മീനാക്ഷി ഒരു ദിവസം എന്തോ ഒരു ഫുഡ് എന്തോ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറുകയാണ്. ആ ഹോട്ടലിൽ കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ ദേവിയെ കാണുകയാണ്. മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമമായിപ്പോയി. കാരണം വല്ലാത്തൊരു കോലം, ക്ഷീണിച്ച് എന്തുപോലെ നിൽക്കുകയാണ്. മീനാക്ഷി ദേവിയെ കണ്ടതും കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങ് കരയണം കേട്ടോ. അപ്പോൾ പറഞ്ഞു, മോളെ ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്യണേന്നൊക്കെ പറയാം. അപ്പം മീനാക്ഷി കണ്ണൊക്കെ തുടച്ചിട്ട് ദേവിയേട്ടത്തി വല്ലാണ്ടായിപ്പോയല്ലോ ദേവിയേട്ടത്തി, വേറെ എന്തെങ്കിലും ജോലി നോക്കാൻ പാടില്ലായിരുന്നോ? ഇല്ല മോളെ, ഒരു ജോലി ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കണേ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ അധ്വാനിച്ച് ജീവിക്കണ ഒരു അന്തസ്സല്ലേ മോളെ, അതുകൊണ്ട് ഞാൻ ജോലിക്ക് ഇപ്പം പോവാണ്, കുഴപ്പമൊന്നുമില്ല, ദേവേട്ടത്തി സുഖമായിട്ടിരിക്കണം. എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം, ആനന്ദേട്ടൻ്റെയും അതുപോലെ തന്നെ ബാലൻ്റെയും ഗോമതിയുടെയും അനുമോളുടെയും മിത്രയുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവി ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മീനാക്ഷിയോട് ചോദിക്കണം കേട്ടോ. സങ്കടത്തോടെ തന്നെ മീനാക്ഷി ദേവിയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണം. അപ്പം മീനാക്ഷിക്ക് മനസ്സിലാവേണ്, പാവം എത്ര സ്നേഹത്തോടെയാണ് ദേവിയേട്ടത്തെ ഓരോരുത്തരെ കാര്യങ്ങളും തിരക്കണത്. ബാലച്ചൻ്റെയും അമ്മയുടെയും അതുപോലെ ആനന്ദേട്ടൻ്റെയും എല്ലാവരെയും മിത്ര, ആര്യൻ, എല്ലാവരും ആകാശിൻ്റെയും അനുമോളുടെയും ഒക്കെ കാര്യങ്ങൾ തിരക്കുകയാണ്. അവസാനം മീനാക്ഷി കണ്ട് യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. ആ പോകുന്ന സമയത്ത് മീനാക്ഷി കുറച്ച് ക്യാഷ് എടുത്ത് ദേവിയുടെ കൈ കൊടുക്കണം. അയ്യോ മോളെ, എനിക്ക് പൈസയൊന്നും വേണ്ട, ഇത് ഇരുന്നോട്ടെ, എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ ദേവിയേട്ടത്തി എന്നും പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മുടെ മീനാക്ഷി ദേവിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ദേവിക്ക് ഭയങ്കര സങ്കടമാവാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ ഇത്ര മനസ്സുകൊണ്ട് അവൾ വെറുത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും ആ ഒരു കുറ്റബോധമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് പോവാണ് കേട്ടോ, യാത്ര പറഞ്ഞ്. പിന്നെ എല്ലാ ദിവസങ്ങളിലും മീനാക്ഷി ആ ഹോട്ടലിൽ വരുന്നുണ്ട് കേട്ടോ, ദേവിയെ കാണാനായിട്ട് മാത്രം. ദേവിക്കും വലിയ ആശ്വാസമായിരുന്നു. കാര്യം വേറൊന്നുമില്ല, ദേവമംഗലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനും ദേവിക്കും ഒരു വഴിയായല്ലോ. അങ്ങനെ ദേവിയും നമ്മുടെ മീനാക്ഷിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വരുന്നുണ്ട്. നമ്മുടെ ഗോമതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ദേവിയായിട്ട് ഒരു ബന്ധവും നമുക്കിനി പാടില്ല. അങ്ങനെ ആരെങ്കിലും ഈ കുടുംബത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കുടുംബത്തിൽ നിന്നും പുറത്തായിരിക്കും സ്ഥാനം എന്നാണ് ഗോമതി പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരാൾ പോലും അറിയാണ്ട് ഈ ഒരു ബന്ധം നമ്മുടെ മീനാക്ഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ദേവിയുടെ ജീവിതത്തിലായിട്ട് പുതുതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് നമുക്കറിയില്ല. ദേവിയുടെ ജീവിതത്തിൽ ദേവിയുടെ ജാതക പ്രകാരം ഉദയഭാനുവും നമ്മുടെ ശ്രീകലയും പറയുന്ന കാര്യം ഇതാണ്, അതായത് ദേവിക്ക് 10-27 വയസ്സ് വരെ ആയുസ് ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഒരു വിവാഹമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ കുഞ്ഞൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഇതൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കള്ളങ്ങൾ കെട്ടി ചമച്ചിട്ടാണെങ്കിലും ദേവിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നുള്ളതാണ് ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയൊക്കെ നിലപാട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്താണ് നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ വിധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ രാത്രി 9:30 നമ്മുടെ മഴതോറും മുമ്പേ പരമ്പരയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.